ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് പാചകവാതക വില ഉയർന്നിരിക്കുകയാണ്. ഗാർഹിക LPGക്ക് 60 രൂപ, വാണിജ്യ സിലിണ്ടറിന് 115 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. രാജ്യത്ത് പാചകവാതക വില വീണ്ടും ഉയർത്തിയതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഗാർഹിക ഉപയോഗത്തിനുള്ള 14.2 കിലോഗ്രാം LPG സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം സിലിണ്ടറിന് 115 രൂപയും വർദ്ധിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. പുതുക്കിയ വില മാർച്ച് 7 മുതൽ രാജ്യത്താകെ പ്രാബല്യത്തിൽ വന്നതായി അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിൽ തുടരുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷവും അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ഇന്ധന വിപണിയിൽ ഉണ്ടായ അനിശ്ചിതത്വവുമാണ് വില വർധനയ്ക്ക് പ്രധാന കാരണമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയും ഗ്യാസ് വിലയും ഉയർന്നതോടെ ഇന്ത്യയിലും അതിൻ്റെ പ്രതിഫലനം പ്രകടമായിരിക്കുകയാണിപ്പോൾ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന LPGയുടെ വലിയ ഒരു പങ്ക് ഇറക്കുമതിയിലൂടെയാണ് ലഭിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുമാണ് എത്തുന്നതും. പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന യുദ്ധാവസ്ഥകളും കടൽ ഗതാഗതത്തിലെ തടസ്സങ്ങളും ഇന്ത്യയിലെ ഇന്ധന വിലകളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വില വർധനവോടെ സാധാരണ കുടുംബങ്ങളുടെ മാസാന്ത്യ ചിലവ് കൂടുവാൻ സാധ്യതയുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതേസമയം തന്നെ വാണിജ്യ സിലിണ്ടറിന്റെ വില ഉയർന്നതോടെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ചെറിയ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തന ചെലവും വർദ്ധിക്കുവാനിടയുണ്ട്. ഇതിൻ്റെ തുടർച്ചയായി ഭക്ഷണ വിലകളിലും വർധനവുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും ഉയരുകയാണ്. എന്നാൽ രാജ്യത്ത് LPG ലഭ്യതയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും. ആവശ്യമായ ഇന്ധന ശേഖരങ്ങൾ രാജ്യത്തുണ്ടെന്നും വിതരണത്തിൽ വലിയ തടസ്സമുണ്ടാകില്ല എന്നും അധികൃതർ ഉറപ്പു നൽകുകയാണ്. ഇതിനിടെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ തുടർന്നും കടുപ്പമാവുന്ന സാഹചര്യത്തിൽ ഇന്ധന വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ അടുത്ത കാലത്തും തുടരുവാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് വിദഗ്ധരും മുന്നോട്ട് വയ്ക്കുന്നത്.